dear students, welcome to Entry Easy Management Accounting classes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ അക്കൗണ്ടിംഗ് ഫോർ ഓവർഹെഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ റെസിപ്രോക്കൽ റീഅപ്പോർച്ച്മെന്റ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴായിരുന്നു ഈ ഒരു റെസിപ്രോക്കൽ റീഅപ്പോർച്ച്മെന്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ റെസിപ്രോക്കൽ ആയിട്ട്, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കേസിലാണ് നമ്മുടെ ഈ ഒരു റെസിപ്രോക്കൽ റീഅപ്പോർച്ച്മെന്റ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഇനി ഈ ഒരു റെസിപ്രോക്കൽ റീഅപ്പോർച്ച്മെന്റ് മെത്തേഡിൽ തന്നെ നമുക്ക് എന്തുണ്ട്, രണ്ട് മെത്തേഡ് യൂസ് ചെയ്തിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഉണ്ട്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബ്ലം സഹിതം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതിന് മുമ്പുള്ള ടോപ്പിക്സിന്റെയും മെത്തേഡ്സിന്റെയും വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ, ഇനി റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡും ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നൊരു മെത്തേഡാണ് ആൽജിബ്രിക് മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്, ഫസ്റ്റ് ഇക്വേഷൻ ഫോം ചെയ്യുന്നു, അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സെക്കൻഡറി റീഅപ്പോർച്ച്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ആ ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ സോൾവ് ചെയ്തു. ഇനി ആൽജിബ്രിക് മെത്തേഡിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു മെത്തേഡ് പഠിക്കാം. അപ്പോൾ ഈ ഒരു പ്രോപ്പർ സ്റ്റെപ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്നാലും നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നമുക്ക് 4 കോസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. അസംബ്ലി, ഫിനിഷിംഗ്, 2 പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റേഴ്സ് ഉണ്ട്. പ്രൈമറി അലോക്കേഷൻ ആൻഡ് അപ്പോർച്ച്മെന്റ് കഴിഞ്ഞപ്പോൾ, അതായത് ഫസ്റ്റത്തെ ഇനിഷ്യൽ ആ ഒരു അപ്പോർച്ച്മെന്റും അലോക്കേഷനും കഴിഞ്ഞപ്പോൾ ഉള്ള ഓവർഹെഡ് കോസ്റ്റ് ഓരോ കോസ്റ്റ് സെന്റേഴ്സിനെയും തന്നിട്ടുണ്ട്. 2 പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റേഴ്സും 2 സർവീസ് സെന്റേഴ്സും ആണ് വരുന്നത്. ഇനി ഈ ഒരു സർവീസ് കോസ്റ്റ് സെന്റേഴ്സിലെ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റേഴ്സിലേക്ക് റീഅപ്പോർച്ച്മെന്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് എന്ത് ബേസിലാണ്, അതിന് കറക്റ്റ് ആയിട്ടുള്ള ഫോളോ ചെയ്യേണ്ടത് എന്താണെന്നുള്ള ആ ഒരു ബേസ് നമുക്ക് തന്നിട്ടുണ്ട്. മെയിൻ്റനൻസ് കോസ്റ്റ് സെന്റേഴ്സിൽ നിന്ന് നമ്മൾ ബാക്കിയുള്ള കോസ്റ്റ് സെന്റേഴ്സിലേക്ക് റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് ഈ ഒരു റേഷ്യോയിലാണ്, ടൈം സ്പെൻഡ് ചെയ്തതിന്റെ ബേസിലാണ്. അസംബ്ലിക്ക് 50%, ഫിനിഷിംഗിന് 40%, ക്യാൻറ്റീന് 10%. ഇനി ക്യാൻറ്റീന്റെ കേസിൽ നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്പർ ഓഫ് എംപ്ലോയീസ് വെച്ചിട്ടാണ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്പർ ഓഫ് എംപ്ലോയീസ് തന്നിട്ടുണ്ട്. അപ്പൊ അസംബ്ലി, ഫിനിഷിംഗ്, മെയിൻ്റനൻസിലേക്ക്, ക്യാൻറ്റീനിലേക്ക് വീണ്ടും റീഅപ്പോർച്ച്മെന്റ് ചെയ്യില്ല. ബാക്കി 3 കോസ്റ്റ് സെന്റേഴ്സിലേക്ക് നമ്മുടെ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ റേഷ്യോയിലായിരിക്കും നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യാനായിട്ടുള്ള ഓവർഹെഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ റേഷ്യോസും തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു ആൾജിബ്രിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ ഫോളോ ചെയ്തിട്ടാണ് ഇത് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ആ ഇക്വേഷൻ ഫോം ചെയ്യണമെങ്കിൽ ആദ്യം നമുക്ക് റീഅപ്പോർച്ച്മെന്റിന്റെ ആ ഒരു പെർസെന്റേജ് ഡേറ്റ കിട്ടണം. അതായത് നമുക്കറിയാം, നമുക്ക് 4 കോസ്റ്റ് സെന്റേഴ്സ് ആണ് വരുന്നത്. അസംബ്ലി, ഫിനിഷിംഗ്, മെയിൻ്റനൻസ്, ക്യാൻറ്റീൻ, 4 കോസ്റ്റ് സെന്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി ഇതില് മെയിൻ്റനൻസിലെ കോസ്റ്റ് നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് എന്ത് റേഷ്യോയിലാണ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു പെർസെന്റേജ് എങ്ങനെയാണ് വരുന്നത്? മെയിൻ്റനൻസിലെ കോസ്റ്റ് നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് 50% അസംബ്ലിക്ക്, 50% അസംബ്ലിക്ക്, 40% ഫിനിഷിങ്ങിന്, 10% ക്യാൻറ്റീൻ എന്നിങ്ങനെയാണ്. 40% ഫിനിഷിങ്ങിന്, ക്യാൻറ്റീന് 10% എന്നിങ്ങനെയാണ് മെയിൻ്റനൻസിലെ നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യുക. ഇനി ക്യാൻറ്റീന്റെ കേസിൽ നമ്മൾ എങ്ങനെയാണ് റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത്? ക്യാൻറ്റീന്റെ കേസിൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യാൻ നമുക്കുള്ള റേഷ്യോ എന്ന് പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. 18:13:12 ആണ്. 18:13:12 എന്ന് പറയുന്ന ഇതിലാണ്, 13:12 എന്ന് പറയുന്ന റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ 3 സെന്റേഴ്സിലേക്ക്, അസംബ്ലി, ഫിനിഷിംഗ്, മെയിൻ്റനൻസ് എന്ന് പറയുന്ന 3 കോസ്റ്റ് സെന്റേഴ്സിലേക്കും റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഇക്വേഷൻ മെത്തേഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇതിന്റെ പെർസെന്റേജ് ആയിട്ട് അറിയണം. അപ്പൊ മെയിൻ്റനൻസിന് നമുക്കറിയാലോ 50%, 40%, 10% എന്നറിയാം. അതുപോലെ ക്യാൻറ്റീന്റെ റീഅപ്പോർച്ച്മെന്റ് നമ്മൾ എന്തിലേക്ക് മാറ്റണം, പെർസെന്റേജിലേക്ക് മാറ്റണം. അപ്പൊ അസംബ്ലിയുടെ കേസിൽ എത്ര പെർസെന്റേജ് ആയിരിക്കും കൊടുക്കേണ്ടത്? ഇവിടെ 18+13+12 നമുക്കൊരു 16 വരും. സോ അത് പെർസെന്റേജിലേക്ക് മാറ്റുകയാണെങ്കിൽ അസംബ്ലിയിലേക്ക് നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത്, 18/60 × 100 എത്രയായിരിക്കും?
30% ആണ്. 30% ആണ്. എങ്ങനെയാണ് ഈ ഒരു 30% കിട്ടിയത്? അസംബ്ലിയിൽ നമുക്ക് നമ്പർ ഓഫ് എംപ്ലോയീസ് 18 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് 60 into 100 ചെയ്തപ്പോൾ പെർസെൻറ്റേജ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഫിനിഷിംഗിലെ നമ്പർ ഓഫ് എംപ്ലോയീസ് 13 ആണ്. ആ ക്യാൻറ്റീൻ്റെ നമ്മൾ ടോട്ടൽ എടുക്കുമ്പോൾ കൺസിഡർ ചെയ്യരുത്. ഫിനിഷിംഗിലെ നമ്പർ ഓഫ് എംപ്ലോയീസ് 13 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ 16 into 100 എത്രയായിരിക്കും? 50% ആണ് എന്ത്? ഫിനിഷിംഗിലേക്ക് നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട പെർസെൻറ്റേജ്. അങ്ങനെയാണെങ്കിൽ മെയിൻ്റനൻസിൽ നമ്മുടെ നമ്പർ ഓഫ് എംപ്ലോയീസ് വരുന്നത് 12 ആണ്. സോ 12 ഡിവൈഡഡ് ബൈ 16 into 100 എത്രയായിരിക്കും? 20% ആയിരിക്കും നമ്മൾ മെയിൻ്റനൻസിലേക്ക് റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട ക്യാൻറ്റീനിലെയും മെയിൻ്റനൻസിലെയും റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള പെർസെൻറ്റേജ് കാര്യങ്ങൾ കിട്ടി. ഇനിയാണ് ഇക്വേഷൻ ഫോളോ ചെയ്യേണ്ടത്. ഇക്വേഷൻ ഫോം ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാൻ മെയിൻ്റനൻസ് എന്ന് പറയുന്ന കോസ്റ്റ് സെന്ററിൽ ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യുന്ന കോസ്റ്റ് എത്രയായിരിക്കും? മെയിൻ്റനൻസിൽ നിന്ന് ടോട്ടൽ നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട കോസ്റ്റ് എന്തായിരിക്കും? മെയിൻ്റനൻസിൽ ഓൾറെഡി നമുക്ക് കോസ്റ്റ് എത്രയുണ്ട്? ഒരു $18,600 ഉണ്ടല്ലോ. മെയിൻ്റനൻസിൽ ഓൾറെഡി ഒരു $18,600 ഉണ്ട്. ഇനി നമ്മൾ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണ്. ഈ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ എന്താ ചെയ്തേ? മെയിൻ്റനൻസിൽ ഓൾറെഡി ഒരു 18,600 ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമാണോ മെയിൻ്റനൻസിൽ നിന്ന് നമ്മൾ ഇവിടെ റീഅപ്പോർച്ച്മെന്റ് ചെയ്തിട്ടുള്ളത്? ഇല്ല. നമുക്ക് വീണ്ടും എന്ത് ചെയ്തു? ക്യാൻറ്റീനിൽ നിന്ന് ഷെയർ കിട്ടുന്നുണ്ടായിരുന്നു. അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നെ റീഅപ്പോർച്ച്മെന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ മെയിൻ്റനൻസിൽ ഓൾറെഡി നമുക്ക് എന്തുണ്ടായിരുന്നു? ഒരു 18,600 ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് എവിടെ നിന്നുള്ള കോസ്റ്റിന്റെ ഷെയർ കിട്ടും? ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും അല്ലെ? ക്യാൻറ്റീനിൽ നിന്ന് എത്ര കിട്ടുക? ക്യാൻറ്റീനിൽ നിന്നും നമുക്ക് മെയിൻ്റനൻസിലേക്ക് കിട്ടുന്നത് 20% ആണ്. അപ്പൊ മെയിൻ്റനൻസിൽ ഓൾറെഡി ഓവർ ഹെഡ് കോസ്റ്റ് 18,600 ഉണ്ട്. ഇത് കൂടാതെ എന്ത് കിട്ടും? 20% ക്യാൻറ്റീൻ്റെ ഷെയറോടെ കിട്ടും. ഇതാണ് ആക്ച്വലി ഞാൻ ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? കാരണം ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റെസിപ്രോക്കൽ ആണ്. അപ്പോൾ ഓൾറെഡി എൻ്റെ അടുത്ത് ഒരു 18,600 ഓൾറെഡി വീതിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ഇത് കൂടാതെ എന്തുകൂടെ കിട്ടി? ക്യാൻറ്റീൻ്റെ വീതിക്കുമ്പോൾ അവിടെ നിന്ന് എനിക്കൊരു 20% കൂടെ കിട്ടും. അങ്ങനെ ടോട്ടൽ ഞാൻ മെയിൻ്റനൻസിൽ നിന്നും റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് എന്താണ്? ഓൾറെഡി ഉള്ള 18,600 പ്ലസ് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടുന്ന 20%. ഇനി ക്യാൻറ്റീൻ്റെ കേസ് നോക്കിക്കേ. ക്യാൻറ്റീൻ്റെ കേസിൽ ഓൾറെഡി പ്രൈമറി അപ്പോർച്ച്മെന്റ് ആൻഡ് അലോക്കേഷൻ കഴിഞ്ഞപ്പോൾ ക്യാൻറ്റീൻ ഒരു 6,600 ഓവർ ഹെഡ് കോസ്റ്റ് ക്യാൻറ്റീനിൽ ഓൾറെഡി ഉണ്ട്. ഒരു 6,600. ഇത് മാത്രമാണോ ക്യാൻറ്റീനിൽ നിന്നും നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്തത്? ആണോ? ഇല്ല. നമുക്ക് എന്ത് കിട്ടി? മെയിൻ്റനൻസിൽ നിന്ന് പിന്നെ എന്ത് കിട്ടിക്കൊണ്ടിരുന്നു? മെയിൻ്റനൻസിൽ നിന്നും ഒരു 10%. യെസ്, മെയിൻ്റനൻസിൽ നിന്ന് ഒരു 10% ക്യാൻറ്റീനിലേക്ക് റീഅപ്പോർച്ച്മെന്റിൽ കിട്ടും. അപ്പൊ ഈ ഒരു 10% കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ക്യാൻറ്റീൻ്റെ കേസിൽ ഓൾറെഡി ക്യാൻറ്റീൻ്റെ കയ്യിൽ 6,600 ഉണ്ട് കോസ്റ്റ് വിധിച്ചു കൊടുക്കാനായിട്ട്. ഇത് കൂടാതെ മെയിൻ്റനൻസിന്റെ ഒരു 10% കിട്ടും. അപ്പൊ ടോട്ടൽ മെയിൻ്റനൻസിൽ നിന്നും റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട കോസ്റ്റ് നമുക്ക് എന്തെന്ന് എഴുതാം? 18,600 പ്ലസ് 20% ഓഫ് ക്യാൻറ്റീൻ എന്ന് എഴുതാം. ഇനി ക്യാൻറ്റീൻ്റെ കേസിൽ ഓൾറെഡി ഉള്ള 6,600 പ്ലസ് 10% മെയിൻ്റനൻസിൽ നിന്ന് കിട്ടുന്നതും എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട കോസ്റ്റിനുള്ള ഇക്വേഷൻ ഫോം ചെയ്തു. നമുക്ക് ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? മെയിൻ്റനൻസിലെ M equal to 18,600 പ്ലസ് പെർസെൻറ്റേജിനെ നമുക്ക് പോയിന്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ 0.2 എന്ന് എഴുതാം. ഇനി ക്യാൻറ്റീൻ്റെ കേസിൽ നമുക്ക് 6,600 പ്ലസ് 0.10% എന്നുള്ള 0.1 എന്ന് നമുക്ക് ആക്കാം. എം അല്ല, തിരിഞ്ഞുപോയി. സോറി, ഇല്ല, കറക്റ്റ്. ഓക്കെ, ഞാൻ ഇക്വേഷൻ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ ഒന്ന് താഴേക്കെടുത്ത് എഴുതാണ്. അപ്പൊ മെയിൻ്റനൻസിൽ ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 18,600 പ്ലസ് ക്യാൻറ്റീനിലെ 20% ഷെയർ. ഇനി
ക്യാൻറ്റീൻ്റെ കേസിൽ ഓൾറെഡി ഉള്ള 6,600 പ്ലസ് 0.10% മെയിൻ്റനൻസിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ ഞാനൊന്ന് സോൾവ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഓക്കെ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്? ഈ മെയിൻ്റനൻസിന്റെ ഇക്വേഷനിൽ ഒരു ക്യാൻറ്റീൻ ഇല്ലേ, ആ ഒരു സി കിടക്കുന്നില്ല, അതിലേക്ക് ആ ഒരു സിയുടെ ഇക്വേഷൻ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ മെയിൻ്റനൻസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? മെയിൻ്റനൻസിലെ ടോട്ടൽ റീ അപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട കോസ്റ്റ് എന്ന് പറയുന്നത് 18,600 പ്ലസ് 0.2 ആയിരുന്നു. അതിൽ ആ സിയുടെ സ്ഥാനത്തേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? ആ സിയുടെ ഇക്വേഷൻ അങ്ങ് കൊടുക്കുകയാണ്. സിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? 6,600 പ്ലസ് 0.1 എന്നുള്ള ആ ഒരു ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇക്വേഷൻ ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 18,600 പ്ലസ് ഇവിടെ 0.2 ഇൻറ്റു ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് 6,600 പ്ലസ് 0.1 വരുന്നത്. 0.2 ഇൻറ്റു 6,600 ചെയ്യരുത്. ഇത് ഈ ഒരു 0.2 ബ്രാക്കറ്റിന്റെ പുറത്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 0.2 ഇൻറ്റു ഇത് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും? 0.2 into 6,600 plus 0.2 into 0.m എന്നാണ് വരിക. 0.1 m എന്നാണ് വരിക. അപ്പോൾ ഒന്നുകൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ m ഈക്വൽ ടു 18,600 പ്ലസ് 6,600 ഇൻറ്റു 0.2 എത്ര വരും? 6,600 ഇൻറ്റു 0.2 നമുക്ക് എത്ര വന്നു? 1,320 വന്നു. 1,320 വന്നു പ്ലസ് 0.2 into 0.1 എത്ര വരും? 0.1 into 0.2 എന്ന് പറയുന്നത് എത്രയാണ്? 0.02 ആണ്. 0.02 m എന്നാണ് വന്നത്. ഓക്കെ, ഇനി ഈ ഒരു എമ്മിനെ നമ്മൾ ഇക്വേഷൻ ഇപ്പുറ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? m minus 0.02 m equal to 18,600 plus 1,320 എത്രയാണ്? 19,920 ആണ്. 19,920 ആണ്. m മൈനസ് 0.02 എന്ന് പറയുന്നത് എത്രയാണ്? 0.1 മൈനസ് 0.02 0.98 അല്ലേ? 0.98 m ഈക്വൽ ടു 19,920 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ m എത്രയായിരിക്കും? 19,920 divided by 0.98 divided by 0.98 mന്റെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 20,326.53 ആണ്. റൗണ്ട് ചെയ്ത് നമുക്ക് എന്ത് എഴുതാം? 20,327 എന്ന് എഴുതാം. സോ എമ്മിന്റെ വാല്യൂ നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ എത്രയായിരിക്കും? സിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? എമ്മിന്റെ വാല്യൂ കിട്ടി. അങ്ങനെയാണെങ്കിൽ സിയുടെ വാല്യൂ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? സിയുടെ ഇക്വേഷൻ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. സിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? സി ഈക്വൽ ടു 6,600 പ്ലസ് 0.1 m ആയിരുന്നു അല്ലേ? അപ്പൊ ഇതിലേക്ക് എമ്മിന്റെ വാല്യൂ നമുക്ക് അറിയാം, അതിട്ട് കൊടുക്കുക. 6,600 പ്ലസ് 0.1 ഇൻറ്റു എമ്മിന്റെ വാല്യൂ എന്താണ്? 20,327 ആണ്. സോ 20,327 into 0.1 നമുക്ക് 2,032 കിട്ടും പ്ലസ് 6,600. സിയുടെ വാല്യൂ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 8,632.7 ആണ്. റൗണ്ട് ചെയ്ത് $8,633 ആണ് നമുക്ക് എന്ത് വാല്യൂ വരുന്നത്? സിയുടെ വാല്യൂ വരുന്നത്. സോ നോക്കിക്കേ, നമുക്ക് ക്യാൻറ്റീനിൽ നിന്ന് ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട കോസ്റ്റും കിട്ടി. മെയിൻ്റനൻസിൽ നിന്ന് ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട കോസ്റ്റും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ പ്രൊഡക്ഷൻ സെന്റേഴ്സിലേക്ക് ഇത് എന്ത് ചെയ്യാം? റീഅപ്പോർച്ച്മെന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ട് പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആണുള്ളത്. അസംബ്ലി, ഫിനിഷിംഗ്, രണ്ട് പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആണ് വരുന്നത്. അസംബ്ലി അതുപോലെ
അസംബ്ലി ഫിനിഷിംഗ് രണ്ട് പ്രൊഡക്ഷൻ സെന്റേഴ്സ് ആണ് നമുക്ക് വരുന്നത്. ഒരു മിനിറ്റ്. ഓക്കെ, അസംബ്ലി പ്രൊഡക്ഷൻ അസംബ്ലി ഫിനിഷിംഗ് രണ്ട് പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഫസ്റ്റ് മെയിൻ്റനൻസിൽ ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത്, അതായത് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിയ ഷെയർ കൂടെ കൂട്ടി ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് എത്രയാണ്? 20,327 ആണ്. 20,327 ആണ്. ഇതിൽ നിന്നും അസംബ്ലിയിലേക്ക് നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് എത്രയാണ്? 50% ആണ്. 50% ആണ് അസംബ്ലിയിലേക്ക് നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത്. സോ 20,327 into 50% എത്രയാണ്? ഒരു 10,163.5 ആണ് അസംബ്ലിയിലേക്ക് നമുക്ക് റീഅപ്പോർച്ച്മെന്റ് ചെയ്ത് വരുന്ന കോസ്റ്റ്. ഇനി ഫിനിഷിംഗിലേക്കോ? ഫിനിഷിംഗിലേക്ക് എത്ര പെർസെൻറ്റേജ് ആണ്? ഫിനിഷിംഗിലേക്ക് 40% ആണ് മെയിൻ്റനൻസിൽ നിന്ന് കൊടുക്കേണ്ടത്. സോ 20,327 into 40%. 40% എത്രയായിരിക്കും വരുന്നത്? 8,130. 8,130.8 ആണ് ഫിനിഷിംഗിലേക്ക് നമുക്ക് 8,130.8 ആണ് നമുക്ക് എന്തിലേക്ക് വരിക? ഫിനിഷിംഗിലേക്ക് വരുന്നത്. ഇനി അപ്പൊ മെയിൻ്റനൻസിലെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അസംബ്ലിയിലേക്കും ഫിനിഷിംഗിലേക്കും റീഅപ്പോർച്ച്മെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ക്യാൻറ്റീൻ്റെ കേസിൽ നമ്മൾ ടോട്ടൽ, അതായത് മെയിൻ്റനൻസിൽ നിന്ന് കിട്ടുന്ന ഷെയറോട് കൂട്ടി ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടത് എത്രയാണ്? 8,633 ആണ്. 8,633 ആണ്. അപ്പൊ അതില് അസംബ്ലിയിലേക്ക് നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട ഷെയർ എത്രയാണ്? 30% ആണ്. 30% എന്ന് പറയുമ്പോൾ 8,633 into 30% എത്രയാണ് വരുന്നത്? 2,589.9 ആണ് വരുന്നത്. ഇനി നെക്സ്റ്റ് ഫിനിഷിംഗിലേക്ക് എത്രയാണ്? 50% ആണ്. ഫിനിഷിംഗിലേക്ക് 50% ആണ്. സോ 8,633 into 50% എത്ര വരും? 4,316. 4,316.5 ആണ് എന്ത്? ഫിനിഷിംഗിലേക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ടോട്ടൽ നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റേഴ്സിലേക്ക് റീഅപ്പോർച്ച്മെന്റ് ചെയ്തത് എത്രയാണ്? അസംബ്ലിയുടെ കേസിൽ മെയിൻ്റനൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 10,163.5 പ്ലസ് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിയത് 2,589.9. അങ്ങനെ നമുക്ക് ടോട്ടൽ കിട്ടിയത് എത്രയാണ്? 12,753.4 ആണ് റീഅപ്പോർച്ച്മെന്റ് ചെയ്ത് കിട്ടിയത്. ഇത് കൂടാതെ നമുക്ക് എന്തുണ്ടായിരുന്നു? ഓൾറെഡി അവിടെ ഒരു കോസ്റ്റ് ഉണ്ടായിരുന്നു. ഓൾറെഡി അസംബ്ലിയിൽ എത്ര ഉണ്ടായിരുന്നു? ഒരു 17,350 ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടെ നമ്മൾ ആഡ് ചെയ്യുക. ഓൾറെഡി അസംബ്ലിയിൽ ഉണ്ടായിരുന്ന ഒരു 17,000 ഓൾറെഡി അസംബ്ലിയിൽ 17,350 ഉണ്ടായിരുന്നു. അതുകൂടെ ആഡ് ചെയ്യുക. 17,350 കൂടി ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ അസംബ്ലി എന്ന് പറയുന്ന ആ ഒരു കോസ്റ്റ് സെന്ററിലേക്ക് റീഅപ്പോർച്ച്മെന്റിന് ശേഷം നമുക്ക് വന്നിട്ടുള്ള കോസ്റ്റ്, ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 30,103 ആണ് എന്ത്? അസംബ്ലി എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്ഷൻ സെന്ററിലേക്ക് നമ്മൾ ടോട്ടൽ വന്നിട്ടുള്ള നമ്മുടെ റീഅപ്പോർച്ച്മെന്റിന് ശേഷമുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഫിനിഷിംഗിന്റെ കേസിൽ നമുക്ക് മെയിൻ്റനൻസിൽ നിന്ന് കിട്ടിയത് 8,130.8, ദെൻ പ്ലസ് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിയത് 4,316.5
പ്ലസ് എന്തുണ്ട്, ഓൾറെഡി ഫിനിഷിംഗിൽ ഒരു ഓവർ ഹെഡ് കോസ്റ്റ് ഉണ്ടായിരുന്നല്ലേ, പ്രൈമറി അലോക്കേഷൻ ആൻഡ് അപ്പോർച്യൂണിറ്റി കഴിഞ്ഞപ്പോൾ എത്രയായിരുന്നു, ഒരു 23,970 ഉണ്ടായിരുന്നു. 23,970. അങ്ങനെ ടോട്ടൽ $36,470 ആണ്. 36,417 ആണ് ഇത് നമ്മുടെ ഈ ഒരു ഫിനിഷിംഗില് നമുക്ക് ഓവർ ഹെഡ് കോസ്റ്റ് വരുന്നത്. സോ ഇക്വേഷൻ മെത്തേഡിൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ റീഅപ്പോർഷൻമെന്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു. അപ്പോൾ മെയിൻ്റെനൻസിൽ ഓൾറെഡി 18,600 ഉണ്ടായിരുന്നു, പ്ലസ് 20% ക്യാൻറ്റീനിൽ നിന്ന് കിട്ടും. ക്യാൻറ്റീനിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഓവർ ഹെഡ് കോസ്റ്റ് 6,600 പ്ലസ് മെയിൻ്റെനൻസിൽ നിന്നൊരു 10% കൂടെ ഷെയർ കൂടെ കിട്ടി. ഇനി നമ്മൾ ആ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു ഇക്വേഷനിലേക്ക് മറ്റേ ഇക്വേഷന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആ രണ്ട് എമ്മിന്റെയും സിയുടെയും ആ ഒരു ലെറ്റേഴ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പൊ ആ ഒരു എമ്മും സി എന്ന് പറയുന്നത് എന്താണ്, എം എന്ന് പറയുന്നത് ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ട കോസ്റ്റ് ആണ്. അതായത് ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിയ ഷെയർ കൂടെ കൂട്ടി ടോട്ടൽ വിധിച്ചു കൊടുക്കേണ്ടതും, സി എന്ന് പറയുന്നത് മെയിൻ്റെനൻസിൽ നിന്ന് കിട്ടിയ ഷെയർ കൂടെ കൂട്ടി ടോട്ടൽ റീഅപ്പോർച്ച്മെന്റ് ചെയ്യേണ്ടതുമാണ്. അപ്പൊ ആ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു പെർസെൻറ്റേജിൽ അസംബ്ലിക്കും ഫിനിഷിംഗിലേക്കും പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റേഴ്സിലേക്ക് നമ്മൾ റീഅപ്പോർച്ച്മെന്റ് ചെയ്യുന്നു. അപ്പോൾ ഇക്വേഷൻ മെത്തേഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പ്രോബ്ലം നിങ്ങൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ മെത്തേഡിന്റെ ഏത് പ്രോബ്ലം വന്നാലും ഈ സെയിം സ്റ്റെപ്സ് തന്നെയായിരിക്കും. അതായത് ഇതിൽ മേ ബി വാല്യൂസ് മാറുമായിരിക്കും, അല്ലാതെ പ്രോസസ്സ് മാറുന്നില്ല, സ്റ്റെപ്സ് മാറുന്നില്ല. ഈ ഒരു സെയിം സ്റ്റെപ്സ് നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാം കിറ്റിലും അതുപോലെ സ്റ്റഡി ഹബിലൊക്കെ നമുക്ക് ഇതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിരിക്കും. അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമന്റിൽ പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ക്ലാസ്സിന്റെ ഫീഡ്ബാക്കും അതുപോലെ നിങ്ങൾക്ക് ഏത് ടോപ്പിക്കിന്റെ ക്ലാസ് ആണോ വേണ്ടത് അതും ജസ്റ്റ് ഒന്ന് കമന്റിൽ പറയാം.